പെട്ടെന്ന് പോകണം സമയേ. നമ്മുടെ അവസാനത്തെ ദിവസമാണ് വിജയ് പടം പടം. അതെ, രാവിലെ ഇപ്പൊ സമയം 4 മണി അടുപ്പിച്ചായി. രാവിലെ ബാക്കിയൊക്കെ നമ്മളെപ്പോഴും വിളിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മള് എത്തിയിരിക്കുന്നു. ലാസ്റ്റ് പടം നമ്മള് കാണാൻ വന്നത് കലാഭവൻ തിയേറ്റർ ട്രിവാൻഡ്രം. കലാഭവൻ തിയേറ്റർ ഫാൻസ് നമുക്ക് എവിടെ വേണോ കിട്ടാൻ ചാൻസ് കിട്ടണ അനുസരിച്ചിരിക്കും. നമുക്ക് ഇവിടെയാണ് കിട്ടിയത്. ആളുകളൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. പടം കഴിഞ്ഞ് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ വല്ല പരിപാടികളൊക്കെ ഇറങ്ങി അത്ര പേടിയുണ്ടാവും. കിട്ടിനും പടം നൈസ് മാസ് സാധനം. നമ്മളിപ്പം കലാഭവനിലെ ഏരിയസ് പ്ലസിൽ വന്നു. അപ്പൊ എന്റെ പൊന്നെ ഒരു വലിയ കട്ടൗട്ട് ഉണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ്. വന്നു സത്യമായിട്ട് ഞെട്ടി ഗൈസ്. കിട്ടില്ല സാധനം. പടം ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല അല്ലേ. കിടില്ല, കൊള്ളാം. അനിരുദ്ധത്തിന്റെ കൊടുത്ത BGM എല്ലാം കൊടുത്ത പിന്നെ പറഞ്ഞ മറ്റേ ഭഗവത് കേസരിയാണ് പടം. ഭഗവത് കേസരി 50% വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് മാഷപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കാര്യമായിരുന്നു ഇവിടെ പടം ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഫാൻസിന്റെ പടം ഉറപ്പായിട്ട് ഇഷ്ടം. കൊള്ളാം. ഫാൻസ് കൊണ്ടുകൊണ്ട് പറയും സൂപ്പർ. ഇനി ഇവിടെ ഉള്ളവർ എങ്ങനെ റിവ്യൂ പറയും? ഇത് നമ്മുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് നമ്മള് ഫാൻസിന്റേതായിട്ടിരിക്കുമ്പോ നമ്മൾ ആ ഇതില് പറയും. നമ്മള് കുറെ സെലിബ്രേഷൻ വീഡിയോ എടുത്താൽ അഭിനയിച്ച എല്ലാരും അടിപൊളി. മമിതയുടെ ലാസ്റ്റത്തെ ഫൈറ്റ് ഒക്കെ എന്റെ മോനെ. മമിത അതൊക്കെ അത്രേ ഉള്ളൂ. മാസ് പടം. നിങ്ങൾക്ക് മാസൊക്കെ ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് 3 പേര് വരണുണ്ട് ക്യാമിയോ. എനിക്ക് കുറച്ച് ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ അഥവാ നിങ്ങൾ പടം ലീക്കായ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പടം തിയേറ്ററിൽ വന്ന് ഒരു വട്ടം കാണണം. എന്നാൽ ആ സൗണ്ടിന്റേതും അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. അതായത് നിങ്ങളിപ്പോ ലീക്ക് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ തെറ്റ് തിരുത്തണമെങ്കിൽ ഒരു വട്ടം പടം തിയേറ്ററിൽ പോയി കണ്ട് ആ തെറ്റ് തിരുത്തണം. ഇത് ഡയറക്ടറും പറഞ്ഞ വിഷയമാണ്. ഇന്നലെ ഒരു ഇന്റർവ്യൂ കുറെ ആൾക്കാർ ഈ പടം കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവര് ചെയ്യേണ്ടത് ഈ പടം വേണ്ടി കാണണം. സിഎമ്മിന് വേണ്ടി കാണണം. ஒரு முறைதான் உன்னை பார்த்தால் அது வரமே நினைத்தால்